ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേമയുടെ സംസാരത്തിൽ നിന്നും സിദ്ധുവിനൊരു സംശയം തോന്നുകയാണ്. അങ്ങനെ പ്രേമ പോയി കഴിഞ്ഞ ശേഷം സിദ്ധു രംഗനോടും അച്ഛനോടും പറയുകയാണ്, ചന്ദ്രയെക്കുറിച്ചുള്ള എന്തോ ഒരു രഹസ്യം പ്രേമേച്ചിക്ക് അറിയാം, അതുകൊണ്ടാണ് ചന്ദ്രയോട് പ്രേമേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ രംഗൻ ചോദിക്കുകയാണ്, എന്ത് രഹസ്യം? എന്തോ ഒന്നുണ്ട്, അത് എന്താണെന്നുള്ളത് ചേച്ചിക്ക് മാത്രമാണ് അറിയുകയുള്ളൂ. എന്തായാലും ചേച്ചി ഒന്ന് നോർമൽ ആവട്ടെ, എന്നിട്ട് നമുക്ക് ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നീട് സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് ചന്ദ്ര വിഷ്ണുവിനെയും കൂട്ടി വരികയാണ് കേട്ടോ. അവരുടെ രണ്ടുപേരുടെയും വരവ് കണ്ടതോടുകൂടി രംഗന് നല്ല ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ രംഗൻ ചോദിക്കുകയാണ്, നീ എന്തിനാടി ഇവനെയും കൂട്ടി ഇവിടേക്ക് വന്നത്? പിന്നാലെന്താ, ഇതല്ലേ എൻ്റെ വീട്, അപ്പോൾ പിന്നെ എൻ്റെ കൂട്ടുകാരനും ഇവിടേക്ക് വരാം. ഇത് നിൻ്റെ വീടോ? ഇത് കുഞ്ഞളിയൻ്റെ വീടാണ്. ആ കുഞ്ഞളിയൻ പറഞ്ഞത് എൻ്റെ ഭർത്താവല്ലേ? സിദ്ധുവേട്ടൻ എൻ്റെ ഭർത്താവാണിപ്പോൾ. ഞങ്ങളിപ്പോൾ ഡിവോഴ്സ് ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ വീട് തന്നെയാണ് ഇത്. കഴിയട്ടെ, എന്നിട്ട് മതി എന്നെ പടിയടച്ച് പിണ്ടം വെക്കലൊക്കെ. അതുവരെ ഇത് എൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ വിഷ്ണു പറയാണ്, അല്ല എനിക്കിപ്പോൾ ജയിലിലെ ഫുഡ് കഴിച്ച് മടുത്തു, ഇനിയിപ്പോൾ വീട്ടിലെ ഫുഡ് എന്തായാലും കഴിക്കാം. അപ്പോഴത്തേക്കും സിദ്ധുവിൻ്റെ അച്ഛനും കൂടി അവിടേക്ക് വരികയാണ്. വിഷ്ണു അത് പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയാണ്, എന്താ നിനക്ക് വീടൊന്നുമില്ലേ? ലോകമേ തന്നെ എൻ്റെ തറവാടാണെന്ന് കരുതി നടക്കുന്നവനാണ് ഞാൻ. പിന്നെ സിദ്ധുവിനെ ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. ഞാൻ കോടതിയിൽ വെച്ച് കണ്ടതാണ്, പക്ഷേ അത് പോരല്ലോ. എനിക്ക് സിദ്ധുവിനെ നേരിട്ട് കണ്ട് ഒന്ന് നന്ദിയൊക്കെ പറയണം. അതിനു കൂടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അതിന് കുഞ്ഞളിയൻ ഇവിടെ ഇല്ല, അളിയൻ പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ വിഷ്ണു പറയുന്നത്, സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പുറത്തു വന്നത് തന്നെ അത് സിദ്ധു കാരണമാണ്. സിദ്ധു വാദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പുറത്തു വന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. ഇനിയിപ്പോൾ സിദ്ധു ഇവിടെ ഇല്ല എന്നല്ലേ നിന്നോട് പറഞ്ഞത്? അല്ല, സിദ്ധു എവിടെ പോയി? അവളെ കാണാനായിരിക്കുമല്ലേ ദേവികയ്ക്ക് വേണ്ടി ചന്ദ്രയെ ഒഴിവാക്കുന്നത്. അത് ശരിയായ ഏർപ്പാടല്ല. ദേവികയും സിദ്ധുവിനെയും കുറിച്ചുള്ള കഥകളൊക്കെ വരുന്ന വഴിക്ക് എന്നോട് ചന്ദ്ര പറഞ്ഞു. എന്തായാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ലല്ലോ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ലേ. ചന്ദ്ര ചോദിക്കണം, അല്ല പ്രേമേച്ചി എവിടെ? അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണം, ഒന്ന് പതുക്കെ പറ, അല്ലെങ്കിൽ അവൾ ദേഷ്യത്തിലാണ്. ഇനിയിപ്പോൾ നീ ഇവനെയും കൂട്ടി ഇവിടേക്ക് വന്നതിൻ്റെ പേരിൽ അവൾക്ക് വല്ലാത്ത ദേഷ്യം വരും. അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായോ? ഇതിനാണ് നീ ഇവനെയും കൂട്ടി ഇവിടേക്ക് വന്നത്. അപ്പോൾ രംഗം പറയാണ്, പ്രേമ അല്ലെങ്കിൽ ദേഷ്യത്തിലാണ്. ഇനിയിപ്പോൾ നീ ഇവനെയും കൂട്ടി ഇവിടേക്ക് വന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുക എന്ന് പറയാൻ കഴിയില്ല. അത് കേട്ടപ്പോൾ ചന്ദ്ര പറയണ, അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ. അവർക്ക് ഓർമ്മ പോലുമില്ല, എന്നിട്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ് അവരുടെ ആഗ്രഹം. വെറുതെ അല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് കേട്ടപ്പോൾ രംഗൻ ഏറ്റവും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. മതിയടി എൻ്റെ ഭാര്യയെ നീ കുറ്റം പറഞ്ഞത്. ആദ്യം സ്വയം നന്നാവാൻ നോക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരെയൊക്കെ നന്നാക്കാൻ വേണ്ടി നോക്കല്. തല്ല് കിട്ടണ്ട എന്നുണ്ടെങ്കിൽ വന്ന വഴിക്ക് തന്നെ പോകുന്നതാണ് രണ്ടാൾക്കും നല്ലത്. ചന്ദ്ര പറയണ, അങ്ങനെ പേടിച്ചു ഓടുന്നവനൊന്നുമല്ല വിഷ്ണു. വാ വിഷ്ണു, എന്താ അവർ കാണിക്കുന്നത് എന്ന് നമുക്ക് കാണാലോ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ചന്ദ്ര അകത്തേക്ക് പോവാട്ടോ. അത് കാണുന്ന സിദ്ധുവിൻ്റെ അച്ഛനും രംഗനും നല്ല ദേഷ്യം പിടിക്കുകയാണ് ചന്ദ്രയുടെ അധികാരത്തോടു കൂടിയുള്ള പെരുമാറ്റം കാണുമ്പോൾ. എന്നിട്ട് എന്നോട് പറയണേ, നീ ഒന്ന് ഫ്രഷ് ആവുക, അപ്പോഴത്തേക്കും ഞാൻ നിനക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊണ്ടുതരാം എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോവാണ് ചന്ദ്ര. അങ്ങനെ വിഷ്ണു ഒരു റൂമിലേക്കും പോവാട്ടോ. അങ്ങനെ കൈയൊക്കെ കഴുകാലോ, ഫ്രഷ് ആവാലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് റൂമിലേക്ക് കയറുന്നത്. വിഷ്ണു ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, അല്ലടി നിന്റെ പ്രേമേച്ച് വല്ല കുഴപ്പവും ഉണ്ടാക്കുമോ? ഏയ്, അവർക്ക് ബുദ്ധിയുമില്ല, ബോധവുമില്ല, ഓർമ്മയുമില്ല, പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ്? പിന്നെ തരാനുള്ളതൊക്കെ എനിക്ക് തരുന്നുണ്ട്. വിഷ്ണുവിനെ എന്തായാലും പ്രേമേച്ചിക്ക് ഓർമ്മയില്ലല്ലോ, അറിയുകയും ഇല്ലല്ലോ, ഉണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വിഷ്ണു പറയണ, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, അല്ല എന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നാലേ ഞാൻ തിരിച്ച് നന്നായിട്ട് പ്രതികരിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, ഏയ് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, വിഷ്ണു പോയി ഫ്രഷ് ആയിക്കോ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ വിഷ്ണു റൂമിലേക്ക് കയറിയതോടുകൂടി പുറത്തേക്ക് ഒരു ചവിട്ടങ്ങ് കൊടുക്കുകയാണ്. അതോടുകൂടി അയ്യോ എന്ന് പറഞ്ഞ് വിഷ്ണു നേരെ ബെഡിലേക്ക് പോയി വീഴുകയാണ് കേട്ടോ. എന്നിട്ടിപ്പോൾ ആരാണ് എന്നെ ചവിട്ടിയത് എന്നുള്ള ഭാവത്തിൽ വിഷ്ണു തിരിഞ്ഞു നോക്കുമ്പോൾ പ്രേമ വാക്കത്തിയും പിടിച്ചാണ് നിൽക്കുന്നത്. അതോടുകൂടി വിഷ്ണു അങ്ങ് പേടിച്ചു പോവുകയാണ്. എന്നിട്ട് പ്രേമ ചോദിക്കുകയാണ്, സത്യം പറയടാ, നീ ആരാടാ? എന്തിനാടാ നീ ഇവിടേക്ക് വന്നത്? അത് പിന്നെ ഞാൻ ചന്ദ്രയുടെ ഫ്രണ്ടാണ്, എൻ്റെ പേര് വിഷ്ണു. ചന്ദ്രയുടെ ആരാന്നാ പറഞ്ഞത്? അത് പിന്നെ ചന്ദ്രയുടെ ഫ്രണ്ട് നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ നേരെ അങ്ങ് വാക്കത്തി എടുത്ത് വെട്ടാൻ ഓങ്ങുകയാണ്. അപ്പോഴത്തേക്കും വിഷ്ണു ആ വാക്കത്തിയുടെ വെട്ടിൽ നിന്നും പെട്ടെന്ന് തന്നെ അങ്ങ് രക്ഷപ്പെട്ടു അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഹാളിലേക്ക് എത്തുകയാണ്. അപ്പോൾ തൊട്ടു പുറകെ ആയിട്ട് പ്രേമയും ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പ്രേമയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുകയാണ് വിഷ്ണുവിന്. അങ്ങനെ വിഷ്ണു ബഹളം വെക്കുന്ന ആ ഒരു സൗണ്ട് കേട്ട് ചന്ദ്രയും രംഗനും അച്ഛനൊക്കെ ഓടി വരികയാണ്. അപ്പോൾ പ്രേമയുടെ കയ്യിൽ ഈ വാക്കത്തി കണ്ടതോടുകൂടി എല്ലാവരും അങ്ങ് പേടിച്ചു പോവാട്ടോ. എന്നിട്ട് വിഷ്ണുവിന് നന്നായിട്ട് തന്നെ പ്രേമ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കഴുത്തിന് കയറി പിടിക്കുകയാണ്. സത്യം പറയടാ, നീ ആരാടാ?
ചന്ദ്രയുടെ ആരാടാ? ഞാൻ ചന്ദ്രയുടെ ഫ്രണ്ട്. സത്യം പറയടാ. നീ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ അരിഞ്ഞു വീഴ്ത്തും. മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞു. അപ്പോഴൊക്കെ അച്ഛനും രംഗനും ഒക്കെ തട്ടി മാറ്റുന്നുണ്ട്. പ്രേമ നീ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചന്ദ്രയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇവർക്ക് മുഴുത്ത വട്ടാണ്, ഇവരെ ഒന്നും പിടിച്ചു മാറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടെ. ആർക്കാടി വട്ട്? നിനക്കാണടി വട്ട് എന്നൊക്കെ പറഞ്ഞ് പ്രേമ തിരിച്ചു മറുപടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ രംഗനും അച്ഛനും കൂടി പ്രേമയുടെ കയ്യിൽ നിന്നും ആ വാക്കത്തി വാങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പ്രേമ അത് വാക്കത്തി വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവർ ഒരുപാട് ബലം പ്രയോഗിച്ച് പ്രേമയുടെ കയ്യിൽ നിന്ന് വാങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പ്രേമ അത് വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ വിഷ്ണുവിൻ്റെ കഴുത്തിന് കയറി പിടിച്ചിട്ട് പറയുകയാണ്, മര്യാദക്ക് നീ സത്യം പറഞ്ഞു. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. നീ ആരാടാ നീ? സത്യം പറ. ചന്ദ്രയുടെ ആരാടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും ഞാൻ പറയാം എന്നൊക്കെ വിഷ്ണു പറയട്ടോ. എന്നിട്ട് വീണ്ടും വിഷ്ണു പറയുന്നത്, ഞാൻ ഫ്രണ്ടാണ്, നീ സത്യം പറയടാ, നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും രംഗൻ പ്രേമയുടെ കയ്യിൽ നിന്നും ആ വാക്കത്തി അങ്ങ് വാങ്ങിച്ചു വെക്കുകയാണ്. എന്നിട്ട് വീണ്ടും പ്രേമ വിഷ്ണുവിനെ ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഷ്ണു താഴെ വീഴുകയാണ്. താഴെ വീണതോടുകൂടി പ്രേമ കാലുകൊണ്ട് ചവിട്ടുകയാണ്. അങ്ങനെ കണക്കിന് കിട്ടുകയാണ് വിഷ്ണുവിന്. അങ്ങനെ വിഷ്ണു ഓടിപ്പോവുകയാണ് കേട്ടോ. പുറത്തേക്ക് ഓടിയതോടുകൂടി അവിടെയും വീഴുകയാണ് വിഷ്ണു. അതോടുകൂടി പ്രേമ വീണ്ടും പുറകെ ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ നിന്നും കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വിഷ്ണുവിന് രക്ഷപ്പെടാനേ കഴിയുന്നില്ല പ്രേമയുടെ കയ്യിൽ നിന്നും. അങ്ങനെ പ്രേമ പറയുകയാണ്, സത്യം പറയടാ, നീയും ചന്ദ്രയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ചന്ദ്രയുടെ കയ്യും പിടിച്ച് ഓടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ചങ്ങ് മാറി നിന്നിട്ട് വിഷ്ണു പറയുകയാണ്, നിങ്ങളുടെ അസുഖം മാറുമല്ലോ, അന്ന് ഞാൻ നിങ്ങളെ എടുത്തോളാം. ആർക്കാടാ അസുഖം എന്ന് ചോദിച്ച് വീണ്ടും പ്രേമ അങ്ങ് ഓടി ചെല്ലുമ്പോഴത്തേക്കും വിഷ്ണു ചന്ദ്രയുടെ കയ്യും പിടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ അവർ പോയി എന്ന് കാണുമ്പോൾ പിന്നെ പ്രേമ അവിടെ നിൽക്കുന്നില്ല. പ്രേമ നേരെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ വിഷ്ണുവിന് പ്രേമയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തേത്. വിഷ്ണുവും ചന്ദ്രയും കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ്. ആ പ്രേമയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ബന്ധം, നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചന്ദ്ര പറയണ, അറിയാലോ, അവർ നമ്മളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കണ്ടതാണല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ അവരുടെ തലക്ക് അടിച്ച് വീഴ്ത്തിയത്. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒന്നും ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എപ്പോഴേ അവിടെ നിന്നും അടിച്ച് പുറത്താക്കിയേനെ. അപ്പോൾ വിഷ്ണു പറയണ, അല്ല, അവർക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എല്ലാം അവർക്കറിയാം. അവർ അസുഖമുള്ളതുപോലെ അഭിനയിക്കുകയാണ്. എന്തിനവർ അഭിനയിക്കണം അതറിയില്ല. നമുക്ക് ആർക്കും അറിയാത്ത എന്തോ ഒരു രഹസ്യം അവരുടെ മനസ്സിലുണ്ട്. ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ഇങ്ങനെ അസുഖമുള്ളതുപോലെ അഭിനയിക്കുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല വിഷ്ണു. ഉണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് അവർ അഭിനയിക്കുക തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വിഷ്ണു സൂക്ഷിക്കണമല്ലോ. അതെ, സൂക്ഷിക്കണം. നിന്നെയാണ് അവർക്ക് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പടിയിറങ്ങണമല്ലോ. ഡിവോഴ്സ് എന്തായാലും എത്രയും പെട്ടെന്ന് നടക്കും. അതോടുകൂടി പിന്നെ അവിടെ നിന്നും എനിക്ക് രക്ഷപ്പെടാമല്ലോ. അങ്ങനെ വെറും കൈയോടെയൊന്നും നിന്നെ അവിടെ നിന്നും ഇറക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ നീ എങ്ങാനും എൻ്റെ അടുത്തേക്ക് വന്നാലേ നിന്നെ ഞാൻ ഓടിക്കും. അതുകൊണ്ട് അങ്ങനെ വെറും കൈയോടെയൊന്നും നീ വരണ്ട. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനും സിദ്ധുവും തമ്മിൽ വിഷ്ണുവിനെ പുറത്തിറക്കാൻ വേണ്ടി ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ ഡിവോഴ്സായി പോകുന്നതിന് ഞാൻ നഷ്ടപരിഹാരമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് സിദ്ധു തരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിക്കാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ സിദ്ധു ചോദിച്ചാൽ തരുമോ എന്ന് അറിയില്ല. അപ്പോൾ വിഷ്ണു പറയണേ, സിദ്ധു എന്തായാലും തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ നഷ്ടപരിഹാരം ചോദിക്കണം. അതും എന്താണെന്നോ, ആ വീടാണ് നീ ചോദിക്കേണ്ടത്. ആ വീടോ? അതുകൊണ്ടോ തരുന്നു? അതെ, ആ വീട് തന്നെയാണ് ചോദിക്കേണ്ടത്. ദേവികയ്ക്ക് വേണ്ടി അവൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും. അതുകൊണ്ട് ആ വില പിടിച്ചുള്ള ആ വീട് തന്നെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നീ ആ വീട് ചോദിക്കണം. അപ്പോൾ ചന്ദ്ര പറയണ, ആ വീട് മാത്രം പോരാ, എങ്കിൽ കുറച്ച് കാശ് കൂടി ചോദിക്കണം. അങ്ങനെ ആകുമ്പോൾ സിദ്ധു ഉറപ്പായും രണ്ടും തരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം. ആ പ്രേമേച്ചിയുടെ കുറച്ച് സ്വർണവും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ വിഷ്ണു പറയണ, അത് കളവ് മുതലല്ലേ, അതിൽ കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് നീ എന്തായാലും നഷ്ടപരിഹാര തുക ചോദിക്കണം. അത് ഒറ്റ തവണയായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അല്ലാതെ മാസമുള്ളത് അതിപ്പോൾ ശരിയാവില്ല. അതുകൊണ്ട് ഒറ്റ തവണയായിട്ടുള്ളതാണ് ചോദിക്കുന്നത്. അതിനാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ആ വീട് ചോദിക്കണം എന്നുള്ളത്. ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി അവൻ എന്തിനും തയ്യാറാവാനാണ് സാധ്യത. ദേവികയ്ക്ക് അത്രയ്ക്ക് വിലയാണ് അവൻ കൽപ്പിച്ചിട്ടുള്ളത്. ചന്ദ്ര പറയണ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നാൽ എന്ത് രസമായിരിക്കും നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഒരുപാട് മോഹങ്ങളുമായിട്ടാണ് കേട്ടോ നടക്കുന്നത്. എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കും എന്നുള്ള ചിന്തയോടു കൂടിയാണ് വിഷ്ണുവും ചന്ദ്രയും മനക്കോട്ടയും കെട്ടി നടക്കുന്നത്. പിന്നീട് ദേവികയുടെ അടുത്തേക്ക് മുത്തശ്ശി വരികയാണ്. ശരത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി നീ ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇനി മഹാഭാവമൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കാനടിയാ? അപ്പോൾ ദേവിക പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടുന്ന് കുറച്ച് നേരം നടന്നാലേ അവിടെ ഒരു പുഴയുണ്ട്, അവിടെ കൊണ്ടുപോയി ഞാൻ ഒഴുക്കിക്കോളാം. അപ്പോൾ അത് കേട്ട് വരുന്ന പുഞ്ചിരിക്കാണ്.
ചിരിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയണേ, നീ വല്ലാതെ ചിരിക്കേണ്ടടി, അവനെ പുറത്തിറങ്ങിക്കോട്ടെ, നീ ചെയ്തതിനുള്ളതൊക്കെയുള്ള പകരം അവൻ തന്നെ വീട്ടിക്കോളും. അത് ശരി, മുത്തശ്ശിക്ക് അപ്പോൾ ശരത്ത് പകരം വീട്ടണം അങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ടല്ലേ? ഡി, എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. അവനൊരു പാവമാണ്. അവൻ പാവമല്ല, അവൻ കൊലയാളിയും കള്ളനുമൊക്കെയാണ്, ചതിയനുമൊക്കെയാണ്. അല്ലെങ്കിൽ അവൻ എന്തിനാണ് എൻ്റെ പേരും പറഞ്ഞ് ആ മാമച്ചൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയത്? എന്നിട്ട് ആ പണം എനിക്ക് കൊണ്ടുതന്ന് എന്നെ കൈക്കൂലി കേസിൽ അകത്താക്കാൻ വേണ്ടി നോക്കിയില്ലേ? എന്തിനു വേണ്ടിയാണ് അവൻ അതൊക്കെ ചെയ്തത്? ഇനിയിപ്പോൾ അടുത്ത് തന്നെ മാമച്ചനും അകത്താവും. അതോടുകൂടി മാമച്ചൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാവും. അപ്പോൾ ശരത്ത് മോന് എന്തായാലും പുറത്ത് ഇറങ്ങുമടി, അത് നീ കണ്ടോ? നീയും ഇതുപോലെ പല കാര്യങ്ങളും ഇതിൻ്റെ മുന്നേ നീ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് അതൊന്നും നടന്നിട്ടില്ലല്ലോ. അതുപോലെ ഇതും ഒന്നും നടക്കില്ല. എൻ്റെ ശരത്ത് മോനെ ഉറപ്പായും നിരപരാധിയാണെന്ന് തെളിഞ്ഞ് അവൻ പുറത്ത് വരിക തന്നെ ചെയ്യും. നീ കാത്തിരുന്നടി എന്നും പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോവാട്ടോ. അപ്പോൾ പറയണേ, ചേച്ചി മുത്തശ്ശി ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ദൈവം തമ്പുരാൻ പോലും എഴുതി തള്ളിയ കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് മാലിനിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ നിരഞ്ജൻ്റെ മുഖഭാവത്ത് നിന്നും മാലിനിക്ക് കാര്യം മനസ്സിലാവണേ. എന്തു പറ്റി? അക്ഷര എന്തെങ്കിലും പറഞ്ഞോ എന്ന് ഇല്ല. എന്താ, ഞാൻ തന്ന സമ്മാനം അത് ശ്രുതിമോൾക്ക് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജൻ നുണ പറയുകയാണ്. ഞാൻ കൊടുത്തു. ഇല്ല, മുഖത്ത് തന്നെ നിന്നും വായിച്ചെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അത് അക്ഷര കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, എന്തിനാണ് എന്നോട് വെറുതെ കള്ളം പറയുന്നത്? എനിക്കറിയാം അക്ഷര അത് വാങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല എന്ന്. നിരഞ്ജൻ പറയണേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അമ്മ തനിച്ചാവും. അതാണ് ഇപ്പോൾ എൻ്റെ ടെൻഷൻ. അക്ഷര എന്തായാലും വിശാലിനെ വിവാഹം കഴിച്ച് അവൾ ജീവിക്കും. പക്ഷേ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്താണ് എനിക്ക് വല്ലാത്ത ടെൻഷൻ വരുന്നത്. എൻ്റെ അമ്മ ആരുമില്ലാതെ ആവും. പക്ഷേ ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് മാലിനി. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നീ അത് ചെയ്യുമോ? എന്താണ് നിരഞ്ജ? എൻ്റെ അമ്മ തനിച്ചാവും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ അമ്മയെ നീ നോക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിരഞ്ജൻ്റെ ഡോക്ടറാണ്. എനിക്കറിയാം നിരഞ്ജന് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇത്രയും കാലം ഞാൻ ഇരുട്ടിലായിരുന്നു. ഇപ്പോഴാണ് നിരഞ്ജൻ എൻ്റെ അടുത്തേക്ക് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ വെളിച്ചത്തേക്ക് ഇറങ്ങിയത്. ഇനി ഞാൻ വീണ്ടും ഇരുട്ടിലാവാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നിരഞ്ജന് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. എന്തിനാണ് നിരഞ്ജൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? പിന്നെ നിരഞ്ജൻ ചോദിച്ചില്ലേ, നിരഞ്ജൻ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മയുടെ കാര്യത്തിൽ നിരഞ്ജന് ടെൻഷനാണെന്നുള്ളത്. അമ്മയുടെ കാര്യത്തിൽ നിരഞ്ജൻ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. അമ്മയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മയെ ഞാൻ നോക്കിക്കൊണ്ട് അമ്മയുടെ കാര്യം ഓർത്ത് നിരഞ്ജൻ ഒരിക്കലും വിഷമിക്കരുത്. പിന്നെ നിരഞ്ജൻ ഇനി ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇനി എന്നോട് പറയരുത്. നിരഞ്ജന് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്തിനാണ് നിരഞ്ജൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച് വെറുതെ മനസ്സ് വേദനിപ്പിക്കുന്നത്? ഈ സമയത്ത് ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കാനൊന്നും പാടില്ല. എപ്പോഴും മനസ്സിലേക്ക് സന്തോഷവും സമാധാനവുമാണ് വേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് നിരഞ്ജൻ വെറുതെ മനസ്സ് വേദനിപ്പിക്കരുത്. എന്തിനും ഏതിനും നിരഞ്ജനോടൊപ്പം ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജന് നല്ല നല്ല വാക്കുകളൊക്കെ കൊടുത്ത് മാലിനി സമാധാനപ്പെടുത്തുകയാണ്.